എക്സൈസുകാരെ വെട്ടിക്കാൻ ചാക്കോ എടുത്തൊരു പ്ലാനാ. വഴിയിൽ സ്ക്വാഡുകാർ നിൽക്കുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അതെ, ഒരു പിടിയിരുന്നു. മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല. എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനൊരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നാണം കിട്ടാൻ വഴങ്ങി കൊടുത്തിട്ടും ശ്രീമനെ ഉപദ്രവിക്കാണ് സർ. ഇപ്പൊ അവർ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത്. സാർ കാര്യത്തിലും ഇടപെട്ട്. കൈമളെ, ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹം വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനൊക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം. അതെ സർ. പക്ഷേ നേരിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ആരും ഉപദ്രവിക്കുന്ന പ്രവർത്തക്കാരനല്ല സർ. ആ, നമ്മുടെ പഠിപ്പൊക്കെ എവിടെയായി? അത് നിർത്തി. വരട്ടെ. ആ, നടുവട്ട ഉപഷാപ്പിൽ നിന്ന് 3680. അവിടെ പണിക്കാരുടെ കുഴപ്പമുണ്ട്. മുതലാളി എപ്പോഴാ വരിക? മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത്. നാളെ മറ്റേ എത്തുമായിരിക്കും. മൊത്തക്കണക്ക് ശരിയല്ലേ? ഇന്നെന്താ ചാക്കോ പിരിയുമായിട്ട് കൂട്ടുകാരനെന്ത്? ആ, വാസു ഒരു പാവാണ്. അല്ലെങ്കിലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നുമില്ല. പിന്നെ പേടിയും കാണും. എന്താ കാണും? വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ? പേടിച്ചിട്ടല്ലേ? ഞാൻ ആരും പറയില്ല. അടിക്കരുത് അവനെ. വാസു, അപ്പൊ നീ എന്റെ ഭാഗത്താണ് എങ്കിൽ ഇറങ്ങിപ്പോകാൻ രണ്ടും. എത്ര നേരമായി ഈ ഇരിപ്പ്? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? നമ്മളിനി എന്ത് ചെയ്യണോ? പോവാൻ പറടാ. ശ്രീകണ്ഠൻ അവിടെ പട്ടച്ചാരായം വെക്കുമ്പോ നമ്മളിവിടെ കള്ളച്ചാരായം കാച്ചി വെക്കും. പഠിച്ചതുകൊണ്ട് ഞാനും നീ മറന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാ ഞാൻ. ഇന്ന് വരെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ ആഫീസിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ന് വന്നത് എന്തിനാണെന്നറിയാമോ? അടുത്ത ഓപ്ഷന്റെ കാര്യം അല്ല, കള്ളമാറ്റ്. നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല്ലയോ? പറയണം. ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി. വേണ്ട സാർ, ഞങ്ങൾ വേണ്ട ചെയ്തോളാം. കൊണ്ടുവരുന്നുണ്ട്.
എന്നെ സാറേ ഇനി അടിക്കരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാറ്റിപ്പോയാണ്. ജീവിക്കാൻ വേറെയും ജോലി ചെയ്തിരുന്നല്ലോ താൻ. അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്ന് എന്നെ വിട്ടിയാക്കിയത് താനല്ലേ? ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ. അത് ശ്രീകണ്ഠ മുതലാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സർ. അറിയാം. മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാറ്റിയോ വിൽക്കുകയോ ചെയ്യരുത്. കുരിശുമല മുത്തപ്പനാണ് സത്യം. ഇത് ഞങ്ങൾ ചെയ്യില്ല. പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞ വിലക്ക് കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരെ. എല്ലാറ്റിനും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയം ഷാപ്പാണ് വിളിക്കുന്നത്. ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത്? ഒരു 1,50,000. 55. 1,55. 1,60. 1,60. കഴിഞ്ഞ തവണ മിസ്റ്റർ ജോർജ് കുട്ടി 1,80 വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാളെ വിളിക്കും. 1,60 ഒരു വട്ടം. 1,60 രണ്ടു വട്ടം. ഇനി ടെൻഡർ പൊട്ടിക്കാം. $1,65,000 മിസ്റ്റർ DM ജോർജ്. 1,75,000 മിസ്റ്റർ ശ്രീകണ്ഠൻ. തീർന്നില്ല. നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട്. എല്ലാവരും ഇരിക്കണം. ഇനി ആരാ ടെൻഡർ? $2,10,000. ആരുടെ അത്? മിസ്റ്റർ MK വാസു ആൻഡ് മിസ്റ്റർ PC ചാക്കോ. ഞാനാണ് എനിക്ക് പണം വാങ്ങിച്ചതെന്ന് ആരും അറിയരുത്. പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു വരും. തീർച്ചയായും സാർ. സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല എന്റെ ലക്ഷ്യം. അങ്ങോട്ട് ഇറച്ചി കിട്ടില്ലേ? എന്ത് ചെയ്യാവന്മാരകത്ത് ഇവിടെ കാണാനിറച്ചി കൊടുക്ക്. മുതലാളി നിങ്ങളും തമ്മിൽ വിരോധാണെങ്കിലും എനിക്കില്ല. അതുകൊണ്ടാ ഞാൻ പുതിയ ആളുകൾ. അതുകൊണ്ടാ എത്തിപ്പോയി. ഒരു മിനിറ്റ് ഇതുവരെ കിട്ടിയില്ല. ആയില്ലേ? ആള് കാത്തു വെക്കുന്നത്. വാങ്ങി വെക്ക്. വറവ് ചേർത്തില്ല. മതിയടി മാറ. ഈ ചാപ്പ് വീട്ടിൽ കൊടുത്തോട്ടി നീ ഒരു മറക്കി. ചാത്തുണ്ണേറ്റിനെ ഈ വേഷത്തിൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് മുന്നേ ഷാപ്പ് നടത്തിയ കാല. അന്നത്തെ കുപ്പായം തന്നെയത്. എന്താ ഒരു മുഴുവൻ കുപ്പി ഒറ്റയ്ക്ക് വരുന്ന നിനക്ക് മതിയോ? ഇരിയാവിടെ കാശില്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല അതുകൊണ്ടല്ല. ചാത്തുമേട്ട ചാത്തുണ്ണേട്ടിന് കുടിക്കാൻ വന്നത് ഞാൻ അങ്ങോട്ട് എത്തിച്ചേരാം. ഇവിടെ വന്നിങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കുന്നു. ഉപദ്രവിച്ചു.
വീട്ടിലെ നിർവഹിക്കും. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബിഷാപ്പ് കൂടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോട് വാസു. വാസുട്ടാ, എന്താണ്? നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നിട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, ഈ വലിയ ഷാപ്പുകാരനായപ്പോൾ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഏതാ വേണ്ടത്? എപ്പോഴും ഒന്നും മാറ്റാൻ വെക്കില്ല. എല്ലാം ഞാൻ കൊണ്ടുപോകും. എന്നെ ഇതും കഴിച്ചു നിനക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിന്റെ ഓവുണ്ട്. നിങ്ങളുടെ ചാരേക്കർ അടിച്ച് പൊളിച്ചില്ലേ? ആ കണക്ക് തരുന്നത് നിന്റെ അമ്മാവ് സ്ത്രീയോട് പോയി പറ. മണിയണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അറിയാ, നീ ഓവറല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിടാം. ഇല്ലല്ലേ, ഞാൻ ഓവറാണ്. എന്നാ വയ്ക്കോ. ഇവിടെ